അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്, മാനവ ലോകത്തോട് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ഏതൊരു ശരീരവും അത് മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. മരണം രുചിച്ച് നോക്കാത്തൊരു ശരീരവും പടച്ച തമ്പുരാൻ ഭൂമി ലോകത്തെ പടച്ചെടുത്തിട്ടില്ല. സഹോദരന്മാർ, വളരെ വേദനപ്പെടുത്തുന്ന, വളരെ സങ്കടപ്പെടുത്തുന്ന ഒരുപാട് മരണങ്ങളാണ് ഈ 2025 തുടക്കത്തിൽ നമ്മൾ കേൾക്കുന്ന. ഒരുപാട് ചെറുപ്പക്കാരായ യുവ പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി പോയ മരണങ്ങൾ പലതും നമ്മൾ കേട്ടു. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നഈമുദ്ദീൻ ഫൈലി ഉസ്താദ്, ജുനൈദ് ഫൈലി ഉസ്താദ്, ഇന്നലെ മിനിഞ്ഞാന്ന് ആക്സിഡൻ്റായി വഫാത്തായി പോയ യമാനി ഉസ്താദ്, ഇന്നിതാ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നു, വാട്സപ്പിലൊക്കെ നമ്മൾ അറിയുന്നു, സ്വാലിഹ് സഖാഫി ഉസ്താദ് അറ്റാക്ക് മൂലം മരണപ്പെട്ടു എന്ന്. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ അവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്, റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖബറിനേക്കാൾ ഭയാനകതയുള്ള ഒരു സ്ഥലവും ഞാൻ കണ്ടിട്ടില്ല എന്ന് മുത്തായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, അള്ളാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ജീവിച്ച് കൊതി തീരാത്ത യുവത്വത്തിൻ്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹുവേ, നിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിട്ടുണ്ട്. നീ അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അവരുടെ ചെറുപ്പക്കാലം, യുവത്വകാലം നിൻ്റെ ദീനിന് വേണ്ടി, നിൻ്റെ ഇൽമു പഠിക്കാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്തവരാണ്. അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. സഹോദരന്മാരെ, ഇങ്ങനെയാണ് മുഅ്മിനീങ്ങളെ, ഇങ്ങനെയാണ് മരണം. നാം അറിയാതെ നമ്മളിലേക്ക് വന്നെത്തുന്നൊരു പ്രതിഭാസമാണ് മരണം. അല്ലാഹുവേ, മരണപ്പെട്ടവരുടെ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ അല്ലാഹ്. അവർക്ക് ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള വലിയ മനസ്സ് കൊടുക്കണേ അല്ലാഹ്. സഹോദരന്മാരെ, നമ്മളൊക്കെ മരിച്ചു പോകും. നമ്മുടെ മരണം എങ്ങനെയാണ് നമുക്കറിയൂല. എൻ്റെ പ്രിയ കൂട്ടുകാരൻ ലുക്മാൻ സഅദി ഉസ്താദിൻ്റെ പ്രിയ പുത്രൻ, 1.5 വയസ്സായ പൊന്നുമോന്, പറക്കമുറ്റാത്ത ആ പിഞ്ചു മകന്, അള്ളാഹുവേ, ഇന്നലെ നിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിട്ടുണ്ട്. അള്ളാഹുവേ, തൊട്ടിലിൽ കിടത്തിയ കുഞ്ഞ് തൊട്ടിലിൽ നിന്ന് വീണ് വഫാത്തായി പോയി, മരിച്ചുപോയി എന്നാണ് അള്ളാഹുവെ അറിയാൻ കഴിഞ്ഞത്. ആ പൊന്നുമോന് അള്ളാഹുവെ സ്വർഗത്തിൽ മാതാപിതാക്കളോട് കൂടെ നീ ചേർക്കണേ അള്ളാഹുവേ, നാളെ സ്വർഗത്തിലേക്ക് ആ മാതാപിതാക്കളെ വിളിക്കാൻ ആ പൊന്നുമോന് തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. അങ്ങനെയാണ് മുത്തായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്. പ്രായബുദ്ധിയാകുന്നതിന് മുമ്പ് ഒരു മകന് മരണപ്പെട്ടു പോയാൽ, തൻ്റെ മകളെ മരണപ്പെട്ടു പോയാൽ, അവർ സ്വർഗത്തിലേക്ക് മാതാപിതാക്കളെ ക്ഷണിക്കുമെന്ന് മുത്തായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ടല്ലോ. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ആ ദമ്പതികളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സഹോദരന്മാരെ, ഇന്നലെ ഉച്ചയ്ക്ക് എൻ്റെ പ്രിയ സുഹൃത്ത് ലുക്മാൻ സഅദി ഉസ്താദ് വിളിച്ചപ്പോൾ, സുബ്ഹാനല്ലാഹ്, വൈകുന്നേരം വിളിച്ചപ്പോൾ ഞാൻ വല്ലാതെ അന്താളിച്ചു പോയി, വല്ലാതെ അങ്ങ് പ്രയാസപ്പെട്ടു പോയി, വിഷമിച്ചു പോയി. മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിക്കൊണ്ട് പറയാണ്, നമുക്കൊക്കെ മക്കളുണ്ട്, നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു ആഫിയത്ത് ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇങ്ങനെയാണ് സഹോദരന്മാരെ മരണം. എത്രയോ മരണങ്ങളാണ് നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ മരണങ്ങൾ ഒരുപാട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, ഇനി ദിവസങ്ങളില്ല. ഖിയാമത്ത് നാൾ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അലാമാത്തു സഅ, ഖിയാമത്ത് ഒരുപാട് അടയാളങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഒട്ടുമിക്ക ആലിമീങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? ഇമാം മഹദിയുടെ വരവ് ആയിട്ടുണ്ട് എന്ന്. അല്ലാഹുവേ, ഞങ്ങളെ ഈമാന് നീ സലാമത്തിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഈമാന് നീ സലാമത്തിലാക്കി തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഫഖീറായിട്ട് അല്ലാഹുവേ ഈ ദുനിയാവിലേക്ക് വന്നത്, ഖബറിലേക്ക് ഞങ്ങളെ ഫക്കീറാക്കി മടക്കി അയക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവൻ ഹസനാത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ്. വല്ലാത്ത വിഷമാണ് സഹോദരന്മാരെ, വല്ലാത്ത പ്രയാസമാണ്. മരിച്ചു പോയാൽ എന്തുണ്ട് നമുക്ക് നാളെ ഖബർ? അല്ലാഹുവേ, ഞങ്ങളെ ഖബർ നീ നന്നാക്കി തരണേ അല്ലാഹ്, വിശാലമാക്കി തരണേ അല്ലാഹ്. സഹോദരന്മാരെ, ഓരോ മരണവും നമുക്ക് മരണത്തിലേക്ക് ചിന്തിക്കാനുള്ള പാഠങ്ങളാണ് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.